ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഇത് പഴങ്കഞ്ഞിയാണ് കേട്ടോ. പഴങ്കഞ്ഞി പണ്ടത്തെ ആൾക്കാർ ഈ പഴങ്കഞ്ഞി തലേ ദിവസം വരുന്ന ചോറ് വെള്ളം ഒഴിച്ചിട്ട് അവർ കഴിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല കഴിച്ചത്. പക്ഷെ അവർക്ക് നല്ല ഹെൽത്തി ആയിരുന്നു അല്ലേ. പക്ഷെ ഇന്നത്തെ തലമുറ ഈ മോഡേൺ ഫുഡ് കഴിച്ച് അവരുടെ വയർ മുഴുവൻ ചിറ്റിയാകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പഴങ്കഞ്ഞിയുടെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇത് നമ്മളുടെ വയറിൽ നല്ല ബാക്ടീരിയ വർദ്ധിപ്പിക്കുന്നു, അതുപോലെ നമ്മുടെ ഡൈജഷൻ ശരിയാക്കുന്നു. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. വളരെ ഒത്തിരി പാഠങ്ങളുണ്ട്. തലേ ദിവസത്തെ ചോറ് കുറച്ച് മോരൊഴിച്ച്, അതുപോലെ ഉള്ളി ചതച്ചിടുക, കുറച്ച് വേപ്പില അങ്ങനെ ചതച്ച കുറച്ച് മോരൊഴിച്ച് തലേ ദിവസത്തെ ചോറ് നല്ല വെള്ളത്തിൽ വെച്ചിരിക്കുക. അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത് കഴിക്കുക. അതാണ് പഴങ്കഞ്ഞി. അത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ വയറിൽ ഒത്തിരി ഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ് പഴങ്കഞ്ഞി. ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്, അതുപോലെ ഒത്തിരി വൈറ്റമിൻസ് ഉണ്ട്. നമ്മുടെ വയറിന് ഒത്തിരി നല്ലതാണ്. നമ്മുടെ നല്ല ബാക്ടീരിയയെ വർദ്ധിപ്പിക്കുന്നു. നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ച് നമ്മുടെ വയറിൽ നല്ല ബാക്ടീരിയയൊക്കെ നശിച്ചു പോകാനുള്ള ഒരു അവസരമുണ്ട് അല്ലേ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നമ്മളുടെ നല്ല ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ നമ്മളുടെ ശരീരത്തിന് ഒത്തിരി നല്ലതാണിത്. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പഴങ്കഞ്ഞി കഴിക്കുക. അതോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ പയർ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പഴങ്കഞ്ഞി മോരും ചുവന്നുള്ളി ചതച്ചിട്ടതും പച്ചമുളക് ചതച്ചിട്ടതും വേപ്പിലും കൂടി തലേദിവസം ഇട്ട് നമ്മൾ പിറ്റേ ദിവസം എടുത്ത് കഴിക്കാൻ നമുക്ക് കറി ഒന്നും വേണ്ട. നമ്മുടെ ഹെൽത്തിന് ഒത്തിരി നല്ലതാണ്. പയർ ഞാൻ ചുമ്മാതെ വെച്ചതേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അത് കഴിക്കാം. ഓക്കെ, എല്ലാവർക്കും ഹെൽത്തിയാണ്. എല്ലാവരും കഴിക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. താങ്ക് യു.